യൂണിറ്റ് 1 മിശ്രവിവാഹം മൂർക്കോത്ത് കുമാരൻ. ലേണിംഗ് ഔട്ട്കംസ്. ആദ്യകാല മലയാള കഥകളുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്നു. മൂർക്കോത്ത് കുമാരനെക്കുറിച്ച് അറിവു നേടുന്നു. ആദ്യകാല മലയാള സാഹിത്യകാരന്മാരെ പരിചയപ്പെടുന്നു. മൂർക്കോത്ത് കുമാരൻ്റെ കഥകളുടെ സവിശേഷതകൾ തിരിച്ചറിയുന്നു. മിശ്രവിവാഹം എന്ന കഥയുടെ രൂപപരവും ഭാവപരവുമായ സവിശേഷതകൾ കണ്ടെത്തുന്നു. പ്രീ റിക്വസ്റ്റ്. കഥ എന്ന സംജ്ഞയുടെ ലളിതമായ നിർവചനം കാലക്രമബദ്ധമായ സംഭവവ്യാഖ്യാനമെന്നാണ്. മിക്കവാറും എല്ലാ സാഹിത്യരൂപങ്ങളുടെയും മുഖ്യഘടകങ്ങളിലൊന്നാണത്. കഥ ഒരു ജീവിതാവിഷ്കാര മാധ്യമമാണ്. അതുകൊണ്ട് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും കഥയിൽ താൽപ്പര്യമുണ്ടാകുന്നു. എല്ലാ കഥയിലും ഏതെങ്കിലും തരത്തിലുള്ള അനുഭവത്തിൻ്റെയോ ഭാവനയുടെയോ അംശം ഉണ്ടായിരിക്കും. തൻ്റെ അനുഭവങ്ങളും സങ്കല്പങ്ങളും മറ്റുള്ളവരിലേക്ക് പകരാനുള്ള ത്വര ആഖ്യാതാവിനെ ഉത്തേജിപ്പിക്കുന്നു. അതിൽ ഏറിയോ കുറഞ്ഞോ ആത്മാവിഷ്കാരത്തിൻ്റെതായ അംശം അടങ്ങിയിരിക്കുന്നു. കഥ പറയാനും കേൾക്കാനുമുള്ള മാനുഷികമായ താൽപ്പര്യത്തിനു പിന്നിൽ പ്രവർത്തിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. മനുഷ്യൻ്റെ സംഘവാസന, സാഹസികോന്മുഖത്വം, ഭാവനാലോലുപത്വം, വിനോദാഭിമുഖ്യം എന്നിവയെല്ലാം സമർപ്പണം ചെയ്യാൻ കഥയ്ക്കു കഴിയും. ഒരു പ്രധാന സാഹിത്യരൂപമായ ചെറുകഥ, ഗദ്യത്തിലുള്ള കൽപ്പികഥ, കഥയുടെ ഒരു ഉപവിഭാഗമാണ്. കേസരി എ. ബാലകൃഷ്ണപിള്ളയുടെ അഭിപ്രായത്തിൽ ജീവിതത്തിലെ ഒരു സംഭവത്തിൻ്റെയോ രംഗത്തിൻ്റെയോ ഭാവത്തിൻ്റെയോ ഗദ്യത്തിലുള്ള ഒരു ചിത്രമാണ് ചെറുകഥ. ഭാവനയിലുള്ള ഒരു സന്ദർഭം മനോഹരമായി ചിത്രീകരിക്കുകയാണ് ഒരു ചെറുകഥയിലൂടെ ചെയ്യുന്നത്. നോവലിലുള്ളതുപോലെ കാര്യങ്ങൾ പരത്തി പറയുന്നതിനു പകരം സംഗ്രഹിച്ചു പറയുകയാണിവിടെ ചെയ്യുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലാണ് ഗദ്യത്തിൽ എഴുതി അച്ചടിച്ച കഥകൾ മലയാളത്തിൽ നിലവിൽ വന്നത്. എന്നാൽ അതിനു മുന്നേ തന്നെ ഗദ്യത്തിലുള്ള ചെറിയ കഥകൾ മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പഴക്കമുള്ളത് കേരളത്തിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ മലയാള പുസ്തകമായ ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കഥകളിൽ ഉൾപ്പെടുത്തിയവയാണ്. മതപ്രബോധനപരമായ 8 കഥകളാണ് അതിൽ വിവർത്തനം ചെയ്തു ചേർത്തിട്ടുള്ളത്. കോട്ടയം CMS പ്രസ്സിൽ നിന്ന് 1824 ഈ പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയത്. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ കഥകൾ അച്ചടിക്കുന്നതിൻ്റെ തുടക്കം മലയാളത്തിലെ ആദ്യത്തെ ആനുകാലികമായ രാജ്യസമാചാരത്തിൽ തന്നെയുണ്ട്. ആ മാസികയിൽ ഒരു കുട്ടിയുടെ മരണം, വിഷത്തിനു മരുന്ന് എന്നീ കഥകൾ ചേർത്തിരുന്നു. പക്ഷേ ഇവയെല്ലാം മതപ്രചരണ പ്രധാനമായ കഥകളായിരുന്നു. ജ്ഞാനനിക്ഷേപം മാസികയിൽ 1849 ആഗസ്റ്റ് ലക്കത്തിൽ ആനയും തുന്നനും എന്ന കഥ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. ഇതായിരിക്കാം മതേതര കാഴ്ചപ്പാടിനുള്ള അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാള ഗദ്യകഥ. മദിരാശി ഗവൺമെൻറ് 1860 പ്രസിദ്ധപ്പെടുത്തിയ പാഠമാലയിൽ മതേതര കാഴ്ചപ്പാടിൽ രചിക്കപ്പെട്ട ഉപദേശപ്രധാനമായ ഏതാനും കഥകൾ ഉണ്ട്. ഡോക്ടർ ഹെർമൻ ഗുട്ടർട്ട് ആണ് പാഠമാല തയ്യാറാക്കിയത്. 1867-68 കാലഘട്ടത്തിൽ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ തിരുവിതാംകൂറിലെ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ തയ്യാറാക്കിയ പാഠാവലികളിലും ഈ രീതിയിലുള്ള കഥകളുണ്ട്. ഈസോപ്പ് കഥകളിൽ നിന്നും മറ്റും പുനരാഖ്യാനം ചെയ്തു ചേർത്തിട്ടുള്ള കഥകളും പാഠമാലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാവിലാസിനിയുടെ ആദ്യ ലക്കത്തിൽ കാണുന്ന ഒരു കള്ളൻ ആണ് മലയാള ചെറുകഥയുടെ പ്രഥമാങ്കുരം. കീവേഡ്സ്: ആദ്യകാല കഥകൾ, ആദ്യകാല കഥാകൃത്തുക്കൾ, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ,
വാസനാവികൃതി മൂർക്കോത്ത് കുമാരൻ. മിശ്രവിവാഹം ഗുണപാഠം. ഡിസ്കഷൻ. ആദ്യകാല കഥകൾ. മലയാള ചെറുകഥയുടെ ഉദയകാലത്തെ രചനാ സവിശേഷതകളിലൊന്നായിരുന്നു വ്യത്യസ്തയാർന്ന പ്രമേയങ്ങൾ അവതരിപ്പിക്കുക എന്നത്. യാത്രകൾ, കമ്പിത്തപാൽ, തീവണ്ടിയാത്ര, പോലീസ്, കോടതി വ്യവഹാരം തുടങ്ങിയ പ്രമേയാവതരണങ്ങളിലൂടെ ആധുനികതയുടെ വരവ് മിക്ക കഥകളിലും അവതരിക്കപ്പെട്ടിരുന്നു. ചെറുകഥ ഗദ്യത്തിൽ രചിക്കുന്ന ആഖ്യാനമാണ്. അതുകൊണ്ട് തന്നെ എഴുത്തുകാരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രകാശനം അതിൽ ഉണ്ടാകാതെ വയ്യ. ഭാഷാശില്പമെന്ന നിലയിൽ സൂക്ഷ്മവും സാന്ദ്രവുമായ രചന ആയിരിക്കും അത്. യുക്തിബോധത്തിനു നിരക്കുന്ന ഇതിവൃത്തം, യഥാർത്ഥ മനുഷ്യരുടെ ഛായയും പ്രകൃതവുമുള്ള കഥാപാത്രങ്ങൾ, വിശ്വസനീയമായ ജീവിത ചിത്രീകരണം, കഴിയുന്നതും യഥാതഥ പ്രതീതിയുണർത്തുന്ന സ്ഥലകാല പശ്ചാത്തലം, കഥാപാത്രങ്ങളുടെ മനോഭാവാവിഷ്കാരം, ഗുണപാഠ പരാമർശത്തേക്കാൾ ഒരു ജീവിതാവസ്ഥയുടെ അന്തർഭാവത്തെ സ്ഫുരിപ്പിക്കാനുള്ള കഴിവ്, കഥയിലുടനീളം പ്രസരിച്ചു നിൽക്കുന്ന എഴുത്തുകാരൻ്റെ ജീവിതബോധത്തിൻ്റെ അന്യത എന്നിങ്ങനെ പല ഘടകങ്ങളും പരമ്പരാഗത കഥാരൂപങ്ങളിൽ നിന്നും ചെറുകഥയെ വ്യത്യസ്തമാക്കുന്നു. പല കാര്യങ്ങളും പഴയ കഥാരൂപങ്ങളുടെ സ്വഭാവത്തെയും ശില്പരീതിയെയും നിരാകരിച്ചുകൊണ്ടാണ് ചെറുകഥ വ്യക്തിത്വം നേടിയതെങ്കിലും പിൻകാലത്ത് അത് നാടോടിക്കഥകളുടെ ചില സാങ്കേതിക സ്വഭാവങ്ങളെ ബോധപൂർവം ഉൾക്കൊണ്ടുകൊണ്ട് പുതുമ കൈവരിക്കാൻ ശ്രമിക്കുന്നതായി കാണാം. നോവലിനേക്കാൾ വളർച്ച പ്രാപിച്ച സാഹിത്യശാഖയാണ് ചെറുകഥ. വിദ്യാവിനോദിനി, ഭാഷാപോഷിണി, രഞ്ജികരഞ്ജിനി എന്നീ മാസികകളുടെ ആവിർഭാവത്തോടു കൂടിയാണ് മലയാളത്തിൽ ചെറുകഥാ പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. 1891 വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി എന്ന കഥ വിദ്യാവിനോദിനി മാസികയിൽ പ്രസിദ്ധീകരിച്ചതോടെയാണ് മലയാളത്തിൽ ചെറുകഥയുടെ ചരിത്രം തുടങ്ങിയത്. കഥയ്ക്കു വേണ്ടി കഥ പറയുന്ന രീതിയിലായിരുന്നു ആദ്യകാല കഥകൾ. ജീവിതത്തെക്കുറിച്ച് ഇത്തരം കഥകൾ അന്വേഷിക്കുന്നില്ല. ഉത്തമ പുരുഷന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള രീതിയിലായിരുന്നു ഇവരുടെ രചന. കുറേ സംഭവങ്ങൾ പരത്തി പറയുന്നതിൽ കവിഞ്ഞ് കഥയ്ക്ക് ആവശ്യമായ ഏകാഗ്രതയിലും ഘടനയിലും അന്നത്തെ കഥാകൃത്തുക്കൾ ശ്രദ്ധിച്ചിരുന്നില്ല. അത്ഭുതം, സങ്കല്പം, വിനോദം, സാഹസികത ഇവയ്ക്കൊക്കെയാണ് അവർ പ്രാധാന്യം നൽകിയത്. സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അവർ അകന്നു നിന്നു. കേവലം വിനോദം മാത്രമായിരുന്നു കഥാരചനയുടെ ലക്ഷ്യം. മനുഷ്യൻ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിയവർ എന്ന അർത്ഥത്തിൽ ആദ്യകാല കഥാകാരന്മാരെ പലായനാത്മക സാഹിത്യകാരന്മാർ എന്ന് വിളിച്ചു. കെ.എസ്. രവികുമാർ. ആദ്യകാല കഥകൾ. ആദ്യകാല കഥാകൃത്തുക്കൾ. ആദ്യഘട്ടത്തിൽ ചെറുകഥയുമായി രംഗത്ത് വന്നവരിൽ പ്രമുഖർ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ 1860 1914, മൂർക്കോത്ത് കുമാരൻ 1874 1941, സി.എസ്. ഗോപാലപണിക്കർ 1872 1930, ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ 1869 1910, അമ്പാടി നാരായണ പൊതുവാൾ 1871 1936, എം.ആർ. കെ.സി. 1882 1939, ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമമേനോൻ, കെ. സുകുമാരൻ 1876 1956, കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ 1882 1959, അപ്പൻ തമ്പുരാൻ 1875 1941 എന്നിവരാണ്. എന്നാൽ ഇവരോടൊപ്പം തന്നെ സി.പി. അച്യുതമേനോൻ 1863 1937, സി.വി. കുഞ്ഞിരാമൻ 1871 1949, ശ്രീ വൊള്ളി നാരായണൻ നമ്പൂതിരി 1868 1905, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ
1869, 1913. EV കൃഷ്ണപിള്ള 1894, 1938 എന്നിവരുടെ കഥകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രണയം, വീരാപദാനം, അമളി, അപസർപ്പകം, നായാട്ട്, കോടതി വ്യവഹാരം തുടങ്ങിയ വിഷയങ്ങളായിരുന്നു ഈ ഘട്ടത്തിലുണ്ടായവ. ചെറുകഥയിലെ കഥകളിലേറെയും കാണാൻ കഴിയുന്നത് പല കഥകൾക്കും സമകാലിക ജീവിത യാഥാർത്ഥ്യങ്ങളോട് അടുപ്പം ഉണ്ടായിരുന്നില്ല. ഭാവനയുടെ തലത്തിൽ നിന്നുകൊണ്ട് യുക്തിബന്ധം കുറഞ്ഞ ഇതിവൃത്തങ്ങൾ രൂപപ്പെടുത്തുകയായിരുന്നു പല കഥാകൃത്തുക്കളും ചെയ്തിരുന്നത്. ജീവിതത്തിലെ ചില സാധാരണ സംഭവങ്ങൾ നർമ്മബോധത്തോടെ ആവിഷ്കരിക്കാനായിരുന്നു വേങ്ങേൽ കുഞ്ഞിരാമൻ നായനാർ ശ്രമിച്ചത്. ദ്വാരക, മദിരാശി, പിത്തലാട്ടം കേവല സങ്കല്പത്തിൻ്റെ പിന്നാലെ മാത്രം പോകാതെ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതം നിരീക്ഷണം ചെയ്ത് അവതരിപ്പിക്കാൻ മൂർക്കോത്ത് കുമാരൻ ശ്രദ്ധിച്ചിരുന്നു. തികഞ്ഞ രസികത്വം അദ്ദേഹത്തിൻ്റെ കഥകളുടെ സവിശേഷതയാണ്. കലികാല വൈഭവം, മരണപത്രം, വാസ്തവികങ്ങളോ കൽപ്പിതങ്ങളോ ആയ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് CS ഗോപാലപണിക്കർ കഥകൾ എഴുതിയത്. വർണ്ണനാ പ്രാധാന്യമാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ. ഒരു മുതല, നായാട്ട്, മേൽവിലാസം മാറി പ്രണയകഥകളോടായിരുന്നു ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോനും കല്യാണിക്കുട്ടി നാരായണിക്കുട്ടി അമ്പാടി നാരായണ പൊതുവാളിനും ഉളിപിടിച്ച കയ്യ്, കൈമളാശാൻ്റെ കല്യാണം, താൽപ്പര്യം. എന്നാൽ പൊതുവാൾ ചരിത്ര സംഭവങ്ങളിലേക്കു കൂടി തൻ്റെ കഥാരചനയെ വ്യാപിച്ചു. M.R. കേസിയുടെ മേഖലയാകട്ടെ കേരള ചരിത്രമായിരുന്നു. കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ, മച്ചാട്ടുമലയിലെ ഭൂതം, ഫലിതവും സംഭാഷണ ചാതുര്യവും K. സുകുമാരൻ്റെ കഥകളുടെ പ്രത്യേകതകളായിരുന്നു. ആരാൻ്റെ കുട്ടി, ഞാനും എൻ്റെ പേടിയും, CP അച്യുതമേനോൻ്റെ എൻ്റെ ആദ്യത്തെ ഫീസ്, CV കുഞ്ഞിരാമൻ്റെ എനിക്കു ആത്മഹത്യ ചെയ്യാൻ മതിയായ കാരണമില്ലയോ, കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായരുടെ അപ്പുണ്ണി മൂപ്പിൽ നായര്, അപ്പൻ തമ്പുരാൻ്റെ ഇത് വിചാരിച്ചില്ല, ശീവള്ളിയുടെ ചിരുതേയി എന്നിവയാണ് ആദ്യകാല കഥകളിൽ പ്രത്യേകം പരിഗണിക്കേണ്ടവ.